ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. MPS 003 ഇഗ്നോയുടെ ഈ ഒരു കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് എക്സാം വ്യൂ പോയിൻറ്റിൽ സാധാരണ ചോദിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ DPSP ആസ് ദ ഗൈഡ് ലൈൻസ് ഓഫ് സ്റ്റേറ്റ് ടു ബ്രിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന് ഒരു പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. DPSP എന്താ DPSP? ദാറ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിന് ഷോർട്ട് ഫോമാണ് DPSP. ദേ ആർ നോൺ ജസ്റ്റിഷ്യബിൾ which means they are not enforceable by the court for their violation. The Constitution itself declares that these principles are fundamental in the governance of the country, and it shall be the duty of the state to apply these principles in making laws. Hence, they impose a moral obligation on the state authorities for their application. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ആ ഒരു പ്രാധാന്യവും പ്രസക്തിയും എന്താണ് DPSP എന്നുള്ളതാണ് നാം ഇവിടെ നോക്കുന്നത്. സോ ഇത് ഡയറക്റ്റ്ലി എൻഫോഴ്സബിൾ ബൈ ദ ലോ കോർട്ട് എന്നാണ് പറയുക. അതായത് ഒരു കോടതി മുഖേന നേരിട്ട് നിർബന്ധമായി നടപ്പിലാക്കേണ്ട പ്രിൻസിപ്പിൾസ് അല്ല, മറിച്ചോ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഗവേണൻസുമായിട്ട് ഗൈഡ് ചെയ്യുവാനായിട്ടുള്ള പോളിസീസ് ആയിരിക്കും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെ ഗവേണൻസുമായിട്ട്, അതായത് ഭരണവുമായി ബന്ധപ്പെട്ട് അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കും. യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പിൾസ് നിയമങ്ങൾ അവർക്ക് രൂപപ്പെടുത്തുന്നതിന് അവരെ സഹായകമാകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. So the Constitution enjoins the state to regard them as fundamental in governance. അതായത് ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കാണേണ്ടത്. ആൻഡ് ആൾസോ ടു അപ്ലൈ ദം വെൻ മേക്കിംഗ് ലോസ്. അപ്പോൾ ഇത് എപ്പോഴാണിത് യൂസ് ചെയ്യേണ്ടത്? നിയമങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിലാണ് ഇത് ഗവൺമെൻറ് ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ദെൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഡയറക്റ്റീവ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, എ ലിസ്റ്റ് ഓഫ് DPSPs ആർ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ലിസ്റ്റ് ഓഫ് DPSPs ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. ഏതാനും ആർട്ടിക്കിൾസിലേക്ക് നോക്കിയാൽ ആർട്ടിക്കിൾ 36 പ്രധാനമായിട്ടും ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിട്ട് തന്നെ നിലകൊള്ളണം. അതായത് ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്താണോ സ്റ്റേറ്റ് എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത് ആ ഒരു തരത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ് ആർട്ടിക്കിൾ 36. അതുതന്നെ ആർട്ടിക്കിൾ 12 പറയുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 37 ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻ ഇൻ ദിസ് പാർട്ടാണ്. 38 എന്ന ആർട്ടിക്കിൾ ഓതറൈസസ് ദ സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. Article 39 it pertains the certain principles of policies to be followed by the state. Article 39A equal justice and free legal aid. Article 40 organization of village panchayats. Article 41 right to work, to education and public assistance in certain cases. Article 42 provision for the just and human conditions of work and maternity leaves. Article 43 living wage for workers. Article 43A participation of workers in management of industries. Article 33B promotion of cooperative societies. Article 44 ആർട്ടിക്കിൾ 43B ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 43A ആണ്. ആർട്ടിക്കിൾ 43 ആണ്. 33 എന്ന് പറഞ്ഞെങ്കിൽ കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 41, ആർട്ടിക്കിൾ 40 അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, ദെൻ അഗെയിൻ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് ഓഫ് ദ സിറ്റിസൺസ്. ആർട്ടിക്കിൾ 45 പ്രൊവിഷൻ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 6 years. അപ്പോൾ ഇങ്ങനെ ഒട്ടനേകം ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ
ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ ഗൈഡൻസാണ്. ആ ഗൈഡൻസ് തന്നെയായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസുമായി ബന്ധപ്പെട്ട പോളിസി ഫോമുലേഷന് വരേണ്ടത് എന്നുള്ളതാണ്. സോ ദ മോസ്റ്റ് കോമൺ ഗുഡ് ആൻഡ് ലൈഫ് ഓഫ് ഡിഗ്നിറ്റി, the first and fundamental directive of the state is to strive to secure a social order in which justice, social, economic and political shall inform all the institutions of their national life. The state shall in particular strive to minimize inequalities in income and eliminate inequalities of status, facilities, opportunities, not only among the individuals but also among groups of people residing in different areas of engagement in different vocations. Then in particular the state shall direct its policies towards securing adequate means of livelihood for all citizens. Means of livelihood. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു കോമൺ ഗുഡ് ആൻഡ് ലൈഫ് ഓഫ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ അന്തസ്സും പദവിയും നിലനിർത്തുന്ന തരത്തിലായിരിക്കണം, അവരുടെ അവശ്യ സർവീസസ് എല്ലാം തന്നെ നിലനിർത്തുന്ന തരത്തിലായിരിക്കണം ഭരണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായ ഈ ഒരു നിർദ്ദേശക തത്വത്തിൽ സ്റ്റേറ്റിൻ്റെ ബന്ധപ്പെട്ട് പറയുമ്പോഴേക്കും ഒരു സമൂഹത്തിൻ്റേതായ ഭദ്രത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നീതി, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ നിലവിലുള്ള സ്ഥാപനങ്ങളെ അവരുടെ ദേശീയ തലത്തിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിന് ഒരു സെക്യൂരിറ്റി, അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം അവിടെ നിലനിർത്തണം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ വരുമാനവും സമ്പത്തും തമ്മിലുള്ള ആ ഒരു ഇനീക്വാളിറ്റിയെ ഇല്ലായ്മ ചെയ്യണം, അന്തസ്സും പദവിയും ഉയർത്തപ്പെടണം, ജനങ്ങൾക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസ് അത് എല്ലാ വിഭാഗം ജനങ്ങളിലും ഒരുപോലെ എത്തിക്കുവാനായിട്ടുള്ള ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാവണം. അപ്പോൾ പല ജോലികളിൽ പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലെടുക്കുന്ന അവർക്കെല്ലാം തന്നെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ജീവിത വഴികളിൽ ഉയർച്ചയുണ്ടാവാനും എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ടു ദ ബെസ്റ്റ് സെർവ് ദ കോമൺ ഗുഡ്, then preventing concentration of wealth and both men and women, protection of the health and strength of the workers, men and women, prevention of abuse of the children and facilitation of the children to grow in a healthy manner and with freedom and dignity. അതാണ് ആർട്ടിക്കിൾ 39. അപ്പോൾ ഒരുപാട് ആർട്ടിക്കിൾ ആ ഒരു ഡിഗ്നിറ്റിയും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ ആർട്ടിക്കിളിൻ്റെ തുടക്കം തന്നെ 36 തൊട്ടുള്ള ലിസ്റ്റ് ഓഫ് DPSPയിൽ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയുള്ളതാണ്. ആർട്ടിക്കിൾ 51 പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ജസ്റ്റിസ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 36 പറയുന്നത് സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സ്റ്റേറ്റ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇടപെടേണ്ടത്, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളും സൗകര്യങ്ങളുമാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് 36. അപ്പോൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോഴേക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എങ്ങനെയാണ് ഗവേണൻസ്, ഒരു സ്റ്റേറ്റ് ഇടപെട്ട് ജീവിത നിലവാരം സമൂഹത്തിന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, അവരുടെ ജീവിത മാർഗം മെച്ചപ്പെടുത്തുവാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കണം, അവരെ നീതി നിഷേധം എന്നുള്ള ആ ഒരു തരത്തിൽ നിന്നും എങ്ങനെയാണ് അവർക്ക് സംരക്ഷണം നൽകേണ്ടത്, എല്ലാ ഇടങ്ങളിലും സ്ത്രീകളെയും പുരുഷന്മാരെയും എങ്ങനെയാണ് അവരുടെ ആരോഗ്യപരവും അവരുടെ സാമ്പത്തികപരവുമായ കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രിൻസിപ്പൽ ഗൈഡൻസ് എന്ന രീതിയിൽ ഈ ഒരു സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അടുത്തത് ഇൻ ദ സ്ഫിയർ ഓഫ് ലോ, നിയമത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴേക്കും മോസ്റ്റ് ഓഫ് ദ ആർട്ടിക്കിൾസ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പാർട്ട് 4 ആണ്. ആ പാർട്ട് 4 ആർട്ടിക്കിൾസിലെല്ലാം തന്നെ പറയുന്നത് വിശദമായ രീതിയിൽ ഈ ബേസിക് ഒബ്ജക്റ്റീവ്സിനെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഒരു സംസ്ഥാനം ഗവൺമെൻറ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ലീഗൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ചുമതലയുള്ളതായിരിക്കും. അപ്പോൾ ദ സ്റ്റേറ്റ് ഷാൾ സെക്യൂർ ദാറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദ ലീഗൽ സിസ്റ്റം പ്രൊമോട്ട്സ് ജസ്റ്റിസ്. ലീഗൽ സിസ്റ്റം സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് നീതിയെ പ്രൊമോട്ട് ചെയ്യണം, അതേപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ബേസിസ് ആവണം. then also shall in particular provide free legal aid by suitable legislation or schemes or in any other way to ensure that opportunities for securing justice are not denied to any citizen by the reason of economic and other disabilities. യാതൊരു തരത്തിലും, അതായത് 39A പറയുന്നുണ്ട്, യാതൊരു ഡിസബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലും ഒരു വ്യക്തിക്കും നമ്മുടെ സമൂഹത്തിൽ നിന്നും അവർക്ക് നീതി നിഷേധം ഉണ്ടാവരുത്, അവർക്ക് ജസ്റ്റിസ്
ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1977 ആർട്ടിക്കിൾ 39A അത് നടപ്പിലാക്കുമ്പോഴേക്കും അത് 42th അമെൻഡ്മെൻ്റ് ആയിരുന്നു. അത് അങ്ങനെ നടപ്പിലാക്കിയപ്പോഴേക്കും സ്റ്റേറ്റിന് കൂടുതൽ അധികാരം വീണ്ടും വന്നു. പൗരൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു നീതി നിഷേധമില്ലാത്ത രീതിയിൽ പൗരന് വേണ്ട സംരക്ഷണം നൽകണം, അനീതിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും രാജ്യത്തിലുടനീളമുള്ള പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാവണം. അതിന് ആർട്ടിക്കിൾ 44. ദെൻ സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ്. അതായത് ഇവിടെ നിർവഹണമുണ്ട്, നീതിന്യായമുണ്ട്. അപ്പോൾ നീതിന്യായത്തെ നിർവഹണ ആ ഒരു വിഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് സെപ്പറേറ്റ് വിങ്ങായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ജുഡീഷ്യറി ഉണ്ടാക്കണം എന്ന രീതിയിലും ഭരണഘടനയിലെ ഭേദഗതിയൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 50 സർവീസസ് ഓഫ് ദ സ്റ്റേറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. Then again, the state shall take steps to organize village panchayats and endow them with such powers and authority as may be necessary to enable them to function as units of self-government. സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ അധികാരമുള്ള തരത്തിൽ വില്ലേജ് തലങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളും അതുപോലുള്ള സ്ഥാപനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നതാണ് ആർട്ടിക്കിൾ 40. പിന്നെ സാമ്പത്തിക രംഗങ്ങളിലേക്ക് എന്ന രീതിയിൽ സാമ്പത്തിക രംഗങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദർ ഈസ് മോർ ഗാർഡഡ് പ്രോമിസ് ഇൻ ദ എക്കണോമിക് സ്ഫിയർ. വളരെ എന്താ പറയുക, സാമ്പത്തികമായിട്ട് ജനങ്ങൾക്ക് ഉന്നതി നേടുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള ചില നയങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് പറയുന്നത് എന്തെന്നാൽ ദ സ്റ്റേറ്റ് ഷാൾ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് എക്കണോമിക് കപ്പാസിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് മേക്ക് എഫക്റ്റീവ് പ്രൊവിഷൻ ഫോർ സെക്യൂറിംഗ് ദ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേറ്റ്, to education and to public assistance in case of unemployment, old age, sickness and disablement, and in case of underserved want. Article 41. The right to workers cannot be granted by and liberal democratic state simply because it does not control all the means of production. The system of social insurance is also provided by only developed industrial countries, though its operation is unstable. For a developing country like India, the promise of universal right to work and social insurance is obviously too ambitious. അപ്പോൾ promise to obvious universal work, the right to work universal, അതായത് ഒരു ഉറപ്പാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് എവിടെയുള്ളവർക്കും ജോലി ചെയ്യുന്നതിന്, തൊഴിലെടുക്കുന്നതിനുള്ള അവകാശവും അവസരവും ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഡെവലപ്പിംഗ് കൺട്രിയായ ഈ നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്ത് നിവസിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ സാമ്പത്തികമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വികസനത്തിൻ്റേതായ വഴികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ വളരെ ഫലപ്രദമായ ചില പ്രൊവിഷൻസും, അത് വർക്കിൻ്റെ ഒരു സെക്യൂരിറ്റിയെ ബേസ് ചെയ്ത്, വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി, ജനങ്ങളെ സഹായിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അൺഎംപ്ലോയ്മെൻറ്റിനെ ഇല്ലായ്മ ചെയ്യുക, ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുക, സിക്നെസ്സിന്, അതേപോലെ തന്നെ ഡിസബിലിറ്റി, ഇതിനെല്ലാം ഒരു സപ്പോർട്ട്, അതിനു വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സഹായം, ഇതെല്ലാം നൽകുന്നതിന് വേണ്ടി എന്ന രീതിയിലാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. അപ്പോൾ ഏതൊരു പൗരനും വർക്ക് ചെയ്യാനുള്ള അവകാശം അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് പോളിസി എന്ന രീതിയിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അത് ആർക്കാണോ ഉപയോഗിക്കാനായിട്ടുള്ള കഴിവുള്ളത് അത് അവർക്ക് ഉപയോഗിക്കാം എന്ന തരത്തിൽ, അതായത് ഉൽപ്പാദനോപാധികൾ എന്ന രീതിയിൽ നിലവിലുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇത് കൈവശത്താക്കിക്കൊണ്ട് ഏതൊരു തൊഴിൽ യൂണിറ്റിലേക്ക് കടക്കാൻ ശേഷിയുള്ളവരെയൊന്നും യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ പാടില്ല. ഇറ്റ് ഡസ് നോട്ട് കൺട്രോൾ ആൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ദ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇൻഷുറൻസ്, സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം, ആ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് ആവശ്യം വേണ്ട ചില നയങ്ങൾ, യൂണിവേഴ്സൽ റൈറ്റ് ടു വർക്ക് എന്നുള്ള പ്രോമിസ്, ഇതെല്ലാം എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ളതാണ് ആർട്ടിക്കിൾ 41 വരുന്നതെല്ലാം തന്നെ. Then also the state shall regard the rising of the level of nutrition and the standard of living of the people and the improvement of public health as among its primary duties and in particular. അതായത് സ്റ്റേറ്റ് പ്രധാനമായിട്ടും ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് പോഷകാഹാരത്തിൻ്റെ കുറവ്, പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈമറി ഡ്യൂട്ടീസ് എന്ന രീതിയിൽ പ്രത്യേകിച്ചും ഈ നമ്മുടെ ലോക്കൽ ലെവലുള്ള ജനങ്ങളുടെ ആ ഒരു ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മെഡിസിനൽ പർപ്പസ് ഓഫ് ആരോഗ്യനില മെച്ചപ്പെടുത്തുവാനും മെഡിസിനൽ പർപ്പസ് എന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസും, അതേപോലെ
അതിനുമൊക്കെ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഹാംഫുൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ലഹരി വസ്തുക്കളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതിനും സ്റ്റേറ്റ് ജനങ്ങളെ അവയർനെസ് നൽകേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ 47 പരാമർശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ റൈറ്റാണ്. റൈറ്റ്സ് ഓഫ് വർക്കേഴ്സ്. അതായത് അതിൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തെന്നാൽ, ദ സ്റ്റേറ്റ് ഷാൾ മേക്ക് പ്രൊവിഷൻസ് ഫോർ സെക്യൂറിങ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. ശരിയായ രീതിയിൽ മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് വൃത്തിയായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുവാനുള്ള സൗകര്യങ്ങളാണ് സ്റ്റേറ്റ് വർക്കേഴ്സിന്, തൊഴിലാളികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സ്ത്രീ തൊഴിലാളിയാണ് മെറ്റേണിറ്റി റിലീഫ് കൊടുക്കണം. അതേപോലെ തന്നെ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ അഥവാ നിയമനിർമ്മാണം, എക്കണോമിക് ഓർഗനൈസേഷൻ ഇവയെല്ലാം തന്നെ ഉണ്ടാക്കി തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ വർക്കേഴ്സിനും, വ്യാവസായിക മേഖലയാവട്ടെ, കാർഷിക മേഖലയാവട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണേലും അവരന്നന്ന് നിത്യേന വേതനം, അവർക്ക് ലിവിങ് വേജസ് എന്ന രീതിയിൽ അവരുടെ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഇവയെല്ലാം തന്നെ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉറപ്പാക്കുന്നത് തരത്തിലുള്ളതായിരിക്കണം. ഫുൾ എൻജോയ്മെൻറ്റ്, ലെഷർ ടൈം, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ്, എൻ്റർടൈൻമെൻറ്റിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ദ പോയിൻ്റ് ഈസ് ദ സ്റ്റേറ്റ് ഷാൾ മേക്ക് പ്രൊവിഷൻ ഫോർ സെക്യൂറിങ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് and for maternity relief. The state shall endeavour to secure by suitable legislation or economic organization or in any other way all to workers, industrial, agricultural or otherwise a living wage, conditions of work ensuring a decent standard of life and full enjoyment of leisure and social and cultural opportunities in particular. The state shall endeavour to promote cottage industries on an individual or cooperative basis in rural areas. ഈ വക കാര്യങ്ങളെല്ലാം ഗൈഡൻസ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളാണ് ആർട്ടിക്കിൾ 43. ഓക്കെ, ദെൻ ചിൽഡ്രൻ ആൻഡ് വീക്കർ സെക്ഷൻസ് എന്ന രീതിയിൽ സ്റ്റേറ്റ് എന്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന രീതിയിൽ എന്താണെന്ന് നോക്കിയാൽ, ദ സ്റ്റേറ്റ് ഈസ് ഡയറക്റ്റഡ് ടു പ്രൊവൈഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years ടു ആൾ ചിൽഡ്രൻ അപ് ടു ദി ഏജ് ഓഫ് 14 years. അതായത് സ്റ്റേറ്റ് കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് എന്തെന്നാൽ, സ്പെഷ്യൽ കെയർ ഈ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷന് കൊടുക്കണം. എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻസ്, അതും സ്പെഷ്യൽ പ്രിഫറൻസ് വീക്കർ സെക്ഷനിലുള്ള പീപ്പിളിനെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് കൊടുക്കണം. പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന രീതിയിലുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശക തത്വങ്ങൾ, ആ നിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ രൂപപ്പെടുത്തുക, ആ നിയമങ്ങൾ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വഴിതെളിക്കുക, അതിനുവേണ്ടിയുള്ള നിർദ്ദേശക തത്വങ്ങളാണ് യഥാർത്ഥത്തിൽ നാം പറയുന്ന ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ആ ഒരു തലത്തിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് പോളിസി എന്താണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 48 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു ഡെവലപ്പ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി എലോങ് മോഡേൺ സയൻറ്റിഫിക് ലൈൻസ്. അതായത് ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലകളും അവയുടെ വളർച്ചകളൊക്കെ എത്രത്തോളം വന്നാലും അതിനോടൊപ്പം തന്നെ കാര്യമായ വളർച്ച കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടതാണ്. Article 48. So, it is the obligation of the state to protect every monument or place or object of historic interest declared by the Parliament to be of national importance from spoliation, disfigurement, destruction, removal, disposal or export as the case may be. That is Article 49. അതായത് ആർട്ടിക്കിൾ 48 പറയുന്നത് കാർഷിക മേഖല വ്യാവസായിക മേഖലയെ മെച്ചപ്പെടുത്താൻ. ആർട്ടിക്കിൾ 49 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പണ്ടുകാലം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില സ്മാരകങ്ങളും ചില സ്ഥലങ്ങളും ചില ചരിത്ര പ്രാധാന്യമുള്ളതുമായ പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം തന്നെ നാഷണൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് നശിക്കാതെ നോക്കണം. അത് കാലാകാലങ്ങളിൽ അതിനെ പുനരുദ്ധാരണ പ്രവർത്തനം ചെയ്ത് അത് നശിക്കാതെ നഷ്ടപ്പെട്ടു പോവാതെ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 48A ഇൻകോർപ്പറേറ്റഡ് ബൈ ദി 42th Amendment in 1977, it enjoins the duty to protect and improve the environment and safeguard the forest and wildlife of the country. രാജ്യത്തിൻ്റെ വനവും അതേപോലെ തന്നെ വന്യമൃഗവും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ടതായ പ്രാധാന്യം പറയുന്നതാണ് ആർട്ടിക്കിൾ 48.
അപ്പോൾ യഥാർത്ഥത്തിൽ നാം ഈ ഒരു പാർട്ടിലേക്ക് നോക്കുമ്പോൾ നാഷണൽ മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അത് എല്ലാം തന്നെ അതിൻ്റേതായ ആസ്പിറേഷൻസ് എല്ലാം തന്നെ അതിനെയെല്ലാം പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഡെവലപ്മെൻ്റൽ ആസ്പിറേഷൻസ് എല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് ഹയസ്റ്റ് ലീഗൽ പൊളിറ്റിക്കൽ ചാർട്ടർ എല്ലാം തന്നെ എന്താ പറയുക, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഓരോ ഭാഗത്തും ഊന്നി പറയുന്നുണ്ട് എന്നതാണ്. Indian Constitution enshrined in itself the positive aspects based on experiences of the people around the world. In fact, the preamble remains the soul of the Constitution, with the utmost aim of safeguarding the rights of the people and to ensure justice in all aspects. There is also a provision for directive principles of state policy regarded as the fundamental in the matters of governance. അപ്പോൾ സ്റ്റേറ്റ് പോളിസി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന തത്വങ്ങളായിട്ട് നിലകൊള്ളുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിസി, ലോ ഇതെല്ലാം ഫോർമേറ്റ് ചെയ്യുക, അതെല്ലാം ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പ്രവർത്തനം നന്നായി കൊണ്ടുപോവുക എന്നതാണ്. ഇറ്റ് ആൾസോ എൻഷ്യൂർസ് ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ദ വർക്കേഴ്സ്, ചിൽഡ്രൻ, വീക്കർ സെക്ഷൻസ് ഓഫ് ദ society and also nature, and develop and protect agriculture, environments, forest and wildlife of the country. That is the sum of this part. Okay, അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ചോദ്യം പറഞ്ഞുവല്ലോ. എന്തായിരുന്നു ആ ചോദ്യം? അതായത് ഈ പ്രധാനമായിട്ടും ഡയറക്റ്റീവ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും DPSP ഒരു ഗൈഡ് ലൈൻ എന്ന രീതിയിൽ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റിന് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന ആ ഒരു അധികാര പരിധിയുള്ള ഭൂപ്രദേശത്തിനുള്ളിൽ സാമൂഹികവും സാമ്പത്തികവുമായ പരിവർത്തനങ്ങൾ വരുത്തുന്നതിൽ എത്രത്തോളമാണ് ഈ DPSP ഗൈഡ് ലൈനായിട്ട് ഒരു സ്റ്റേറ്റിനെ നിലകൊള്ളുന്നത് എന്നതാണ്. അപ്പോൾ ആ ഗൈഡ് ലൈനുമായിട്ട് നിലകൊള്ളുന്നത് നമ്മളൊരു രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ആ രാഷ്ട്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ചില ഗൈഡ് ലൈൻസാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ടച്ച് ചെയ്തു പോയ മേഖലകളാണ് നാം ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. കോമൺ ഗുഡ് ആൻഡ് ലൈഫ് ഓഫ് ഡിഗ്നിറ്റി, ഇൻ ദ സ്ഫിയർ ഓഫ് ലോ, ഇൻ ദി എക്കണോമിക് സ്ഫിയർ, the rights of workers, for children and weaker sections, and also in the sphere of agriculture and environment. All these aspects also support the country or the state to bring social and economic transformation. Okay, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു തരുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എക്സാം വ്യൂ പോയിന്റിൽ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവർ അത്യാവശ്യമൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ഒരു കമൻറ്റ്, അത് നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു പാർട്ടിന് കമൻറ്റ് ചെയ്താൽ ഇനി അടുത്ത ആ ഒരു സെഷനിലേക്ക് വരുന്ന സ്റ്റുഡൻസിനും അത് ഗുണകരമായിരിക്കും. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.